തീരുവയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയും അതുപോലെ തന്നെ യുഎസുമായുള്ള വ്യാപാര ബന്ധത്തിൽ വർദ്ധിച്ചുവരുന്ന ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ റഷ്യയുമായും ചൈനയുമായും ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇതിന്റെ നടപടികളൊക്കെ തന്നെ കാര്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓഗസ്റ്റ് 21-ന് റഷ്യ സന്ദർശിക്കും. അതുപോലെ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ചർച്ച നടത്താനാണ് അദ്ദേഹം പോകുന്നത്. വളരെ നിർണായകമായ തീരുമാനങ്ങളായിരിക്കും എടുത്തിരിക്കുക. കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുടിനുമായി മോദി സംസാരിക്കുകയും ചെയ്തിരുന്നു. അടുത്ത റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ജയശങ്കറിന്റെ സന്ദർശനം എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാന വിഷയങ്ങളടക്കം ചർച്ചയാകും. മാത്രമല്ല, ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ട്രംപ് നീങ്ങുന്നതിനാൽ അതിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ട്രംപിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാവില്ല. മാത്രമല്ല 50% തിരുവയാണ് ഇപ്പോൾ ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്.